സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി മുസ്ലിങ്ങളെ പ്രതീകാത്മകമായി വെടിവെക്കുന്ന വീഡിയോ ആണ് BJP അവരുടെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ പങ്കുവച്ചത്. രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ സംസ്ഥാന ഘടകം അവരുടെ ഔദ്യോഗികമായ സോഷ്യൽ മീഡിയ പേജിൽ പരസ്യമായി വംശീയ ഉന്മൂലനത്തിന് ആഹ്വാനം ചെയ്യുന്ന ഒരു വീഡിയോ പങ്കുവച്ചപ്പോൾ അത് രാജ്യത്ത് ഒരു കോളിളക്കവും സൃഷ്ടിച്ചില്ല. രാജ്യം ഭരിക്കുന്ന ആളുകൾക്ക് അത് ഭീതിയുണ്ടാക്കിയില്ല. രാജ്യത്തെ സുപ്രീം കോടതി അത് കണ്ട് സ്വമേധയാ കേസെടുത്തില്ല. കുപ്രസിദ്ധനായ മുഖ്യമന്ത്രി വംശഹത്യ ആഹ്വാനം ചെയ്തുകൊണ്ട് നിരവധി പ്രസംഗങ്ങൾ നടത്തിയിട്ടും അതേക്കുറിച്ചുള്ള പരാതിയിലും ഒരു നടപടിയും സുപ്രീം കോടതി സ്വീകരിച്ചിട്ടില്ല. ഇന്ത്യ എങ്ങോട്ടാണ് പോകുന്നത് എന്നതിൻ്റെ വ്യക്തമായ സൂചനയാണ് ഹെമന്ത് ബിശ്വ ശർമ്മയുടെ വീഡിയോവും BJP പ്രചരിപ്പിച്ച വീഡിയോ എല്ലാം പറയുന്നുണ്ട്. രാഷ്ട്രീയമായ ചില തിരിച്ചടികൾ ഭയന്ന് അവർ താൽക്കാലികമായി ആ വീഡിയോ പിൻവലിച്ചിട്ടുണ്ടെങ്കിലും അവർ മാപ്പ് പറയുകയോ ഖേദം പ്രകടിപ്പിക്കുകയോ ചെയ്തിട്ടില്ല. അത്തരമൊരു വീഡിയോ പ്രദർശിപ്പിച്ച ആളുകൾക്കെതിരെ രാജ്യത്ത് ഒരു നിയമ നടപടിയും നടക്കുകയില്ല എന്ന് അവർക്കും നമുക്കും ഉറപ്പുണ്ട്. 18 സെക്കൻഡ് ഉള്ളതാണ് BJP അവരുടെ ഔദ്യോഗിക എക്സിൽ പങ്കുവച്ച വീഡിയോ ക്ലിപ്പ്. തൊപ്പിയും ബനിയനും ധരിച്ച ഇപ്പോഴത്തെ കോൺഗ്രസ് പ്രസിഡന്റ്, അസമിലെ കോൺഗ്രസ് പ്രസിഡന്റായ ഗൗരവ് ഗൊഗോയ്ക്ക് നേരെ നിറയൊഴിക്കുന്നതാണ് ആ വീഡിയോ. ഗൊഗോയ്ക്ക് സമീപം കോട്ടിട്ട മൈലാഞ്ചിത്താടിയുള്ള ഒരാൾ നിൽക്കുന്നതായും വീഡിയോവിലുണ്ട്. പോയിന്റ് ബ്ലാങ്ക് ഷോട്ട് എന്നാണ് വീഡിയോക്ക് കൊടുത്ത അടിക്കുറിപ്പ്. മുസ്ലിങ്ങളെ വംശീയ ഉന്മൂലനത്തിന് ആഹ്വാനം ചെയ്യുന്ന മെസ്സേജാണ് ആ വീഡിയോ ഉൾക്കൊള്ളുന്നത്. അസം കോൺഗ്രസ് പ്രസിഡന്റ് ഗൗരവ് ഗൊഗോയിയുടെ ഭാര്യ ബ്രിട്ടീഷ് പൗരയാണ്. അവരെ ചേർത്ത് നിരവധി അപവാദങ്ങളും കിംവദന്തികളും പ്രചരിപ്പിച്ച് വലിയ രീതിയിൽ അറ്റാക്ക് ചെയ്യുകയാണ് ഹെമന്ത് ബിശ്വ ശർമ്മ. ഗൊഗോയ്ക്കെതിരെയുള്ള ഇത്തരം പ്രചരണങ്ങൾ നടക്കുന്നതിനിടെയാണ് അദ്ദേഹത്തെ ചിത്രീകരിച്ചുകൊണ്ടുള്ള മറ്റൊരു വീഡിയോ BJP പുറത്തിറക്കുന്നത്. മറയില്ലാതെ BJPയുടെ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതാണ് പ്രസ്തുത വീഡിയോ. മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ. താങ്ക് യു ഫോർ വാച്ചിങ്.